ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ജനറൽ റീഡിങ് എടുക്കാം. നമ്മുടെ ആദ്യം ജനറൽ ടോപ്പിക്കിൽ, അതായത് നിങ്ങളുടെ ലൈഫിൻ്റെ ഏത് സിറ്റുവേഷനിലും മാച്ച് ആവാം നിങ്ങളുടെ കാര്യങ്ങളിൽ നമുക്കൊരു ഗൈഡൻസ് ആയിട്ട്. ഓക്കെ, ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ചില ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതിന് യൂണിവേഴ്സ് എന്താണ് ആൻസർ പറയുന്നത്? അതായത് എന്തെങ്കിലും കാര്യങ്ങൾ തടസ്സപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ മറികടക്കാൻ എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്താ നിങ്ങൾക്ക് അഡ്വൈസ് തരുന്നത്, എന്തെങ്കിലും എന്താ നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ടത്, അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ആ പ്രശ്നങ്ങളെ മറികടക്കാൻ എന്താ ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് യൂണിവേഴ്സ് എന്താ പറയുന്നത്, എന്തുകൊണ്ടാണ് തടസ്സം വരുന്നത്, അല്ലെങ്കിൽ അതിനെ മറികടക്കാൻ എന്ത് ചെയ്യണം എന്നെല്ലാം നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ ആദ്യം തന്നെ സ്റ്റാർ കാർഡാണ്. ഓക്കെ, ഞാൻ മറക്കാം, സാറില്ല. സ്റ്റാർ കാർഡാണ്. പിന്നെ എംപ്രസ്, പേജ് ഓഫ് സോർഡ്സ്, 2 കാർഡാണ്. 5 ഓഫ് കപ്സും ലവേഴ്സും ആണ്. ഓക്കെ, 8 of Pentacles, 3 of Wands. Sorry, ഞാൻ ഓക്കെ 6 of Cups, King of Pentacles and 3 of Pentacles. ഓക്കെ, ഇവിടെ 6 of Pentacles ബോട്ടം ഉണ്ട്, ജസ്റ്റിസ് ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്. ആദ്യത്തെ കാര്യം നമുക്കിവിടെ പറയാൻ പറ്റുന്നത്, നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നുണ്ട് ഫസ്റ്റ് തന്നെ നിങ്ങൾ പ്രതീക്ഷ കൈവിടരുത് എന്ന്. ഓക്കെ, സ്റ്റാർ എന്ന് പറയുമ്പോൾ പ്രതീക്ഷയാണ്, ഹോപ്പാണ്. നിങ്ങൾ ഇപ്പോൾ എന്ത് സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും ശരി, അത് പ്രോബ്ലം എവിടെയായാലും, ഏത് ഏരിയ നിങ്ങളുടെ ലൈഫിലായാലും ശരി, നിങ്ങൾ അതിനെ തളർത്താൻ വിടരുത്, നിങ്ങളെ തളർത്താൻ വിടരുത്. ഓക്കെ, പ്രതീക്ഷയോടെ നിങ്ങൾ ഇരിക്കുക എന്നാണ് ആദ്യത്തെ അഡ്വൈസ് വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഒരു ന്യായം, നീതി വരും എന്നുള്ളൊരു കാര്യം ഇവിടെ നമുക്ക് ബോട്ടം എനർജി അതാണ്. നിങ്ങൾ അർഹിക്കുന്നത് നിങ്ങൾക്ക് കിട്ടും, തീർച്ചയായിട്ടും ന്യായമായത് നിങ്ങളുടെ ഭാഗത്തേക്ക് നിങ്ങൾക്ക് വരും എന്നാണ് പറയുന്നത്. ചിലവർക്ക് ലീഗലി വല്ല കേസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഭാഗത്തേക്കൊരു നല്ല തീരുമാനം വരും എന്ന രീതി പറയാം. ചിലവർക്ക് കോംപ്രമൈസിൻ്റെ വേണ്ടി വന്നേക്കാം. ഓക്കെ, ചിലവർക്ക് ഒരു കോംപ്രമൈസ് സിറ്റുവേഷൻ ഉണ്ടാവാം. ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് എന്ന രീതിയിൽ, അതായത് നിങ്ങളും കുറച്ച് വിട്ടുകൊടുക്കേണ്ടി വരും, വേറൊരു വ്യക്തിയും ചിലപ്പോൾ നിങ്ങൾക്ക് വിട്ടുവന്ന ഒരു പക്ഷെ അവിടെ ന്യായമായത് നടക്കും എന്ന് പറയാം. ഓക്കെ, നമ്മൾ മറ്റൊരാളുടെയും വിഷമം നമ്മൾ ആഗ്രഹിക്കരുതല്ലോ. ഓക്കെ, രണ്ടുപേർക്കും പ്രശ്നമില്ലാത്ത രീതിയിൽ അത് സോൾവ് ആവട്ടെ എന്ന് വിചാരിക്കുക. നിങ്ങൾ അങ്ങനത്തെ വല്ല സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ, കോർട്ട് കേസോ അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ ആരോടെങ്കിലും തർക്കം അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിലും ശരി, അവിടെ ഒരു കോംപ്രമൈസ് ആയിട്ട് കാര്യങ്ങൾ പോട്ടെ എന്ന രീതിക്ക് നിങ്ങൾ വിടാം. നടക്കും. ഓക്കെ, ആൻഡ് ഇവിടെ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് എന്ന രീതിക്കാണ് പറയുന്നത്. ന്യായമായത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. ഓക്കെ, യൂണിവേഴ്സ് ന്യായം കൊണ്ടുവരും അവിടെ സിറ്റുവേഷനിൽ. അതെങ്ങനെ വരും എന്നുള്ളത് നിങ്ങൾ ആലോചിക്കേണ്ട, യൂണിവേഴ്സായിട്ട് ചെയ്തോളും. ചില കാര്യങ്ങൾ നടക്കും, ആ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ന്യായമായിട്ട് വരേണ്ടത് വരും ചെയ്യും. ഓക്കെ, സോ പ്രതീക്ഷ തീരെയും കൈവിടണ്ട. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ത് തന്നെയായാലും ശരി, നിങ്ങൾക്ക് എന്തെങ്കിലും ലോസ് ഫീൽ ചെയ്യുന്നുണ്ടാവാം, നഷ്ടപ്പെട്ട പോലെ തോന്നുന്നുണ്ടാവാം, നിങ്ങൾ കരുതുന്നുണ്ടാവും എനിക്കെപ്പോഴും നഷ്ടങ്ങളാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. നിങ്ങൾ എത്ര ശ്രമിച്ചാലും, നിങ്ങൾ എത്ര എഫേർട്ട് ഇട്ടാലും, നിങ്ങൾ എന്തൊക്കെ പ്ലാൻ ചെയ്താലും, നിങ്ങൾ എത്ര മാക്സിമം അതിന് എഫേർട്ട് ഇട്ടാലും ഐ തിങ്ക് നിങ്ങൾക്ക് നഷ്ടങ്ങൾ വരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. നിങ്ങൾ തോന്നും ഞാൻ എന്ത് ചെയ്താലും കാര്യമില്ല എന്ന രീതിക്ക് നിങ്ങൾക്കൊരു ഇമോഷണലി വല്ലാതെ ഒരു ഡൗൺ ഫേസ് ചെയ്യുന്നുണ്ടാവാം. നിങ്ങൾ പ്രതീക്ഷ പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. ഓക്കെ, ബട്ട് ആ പ്രതീക്ഷ, അതാണ് പറഞ്ഞ യൂണിവേഴ്സ് പറയുന്ന കൈവിടണ്ട. ഇപ്പം അത് നടക്കുന്നില്ല എന്ന് വെച്ച് നിങ്ങൾ പൂർണ്ണമായിട്ട് അതിൽ നടക്കില്ല എന്ന രീതിക്ക് വിചാരിക്കേണ്ട. ഓക്കെ, നമ്മൾ ചെയ്യേണ്ട എഫേർട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, നമ്മൾ എടുക്കേണ്ട ആക്ഷൻസ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുക. മാക്സിമം എഫേർട്ട് നമ്മൾ അതിലിടാം. അത് ജോലിയിലായാലും ശരി, വേറെ എന്തെങ്കിലും റിലേഷൻഷിപ്സിൻ്റെ കാര്യത്തിലായാലും ശരി, എന്ത് കാര്യത്തിലായാലും, പഠിക്കുന്ന കാര്യത്തിലായാലും നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ ചെയ്യേണ്ട എഫേർട്ട് നിങ്ങൾ ചെയ്തുകൊണ്ട് പോവുക. ഓക്കെ, പ്ലാനിങ് ചെയ്യുക. ഓക്കെ, നല്ല രീതിയിൽ പ്ലാനിങ് ചെയ്യുക. നിങ്ങൾ നല്ലോണം കാര്യങ്ങളെ ആലോചിച്ച് പ്ലാൻ ചെയ്ത് തീരുമാനിച്ച് ലൈക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെറിയ ചെറിയ ഡീറ്റെയിൽസ് പോലും നോക്കി മനസ്സിലാക്കി നിങ്ങൾ പ്ലാൻ ചെയ്യുക. ഓക്കെ,
ചിലപ്പോൾ ആ പ്ലാൻസ് നടക്കുന്നില്ല എന്നുള്ളതായിരിക്കാം. നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടും നടക്കുന്നില്ല. അപ്പോൾ അവിടെ എന്തോ നമ്മൾ നോക്കാനുണ്ട് അല്ലെ, എന്തോ മൈന്യൂട്ടായിട്ട് നമ്മൾ മനസ്സിലാക്കാനുണ്ട് എന്നാണ് അർത്ഥം. ആ പ്ലാനിൽ എന്തെങ്കിലും കുറച്ചുകൂടി മേ ബി വല്ലവരുടെയൊക്കെ നിങ്ങൾ ഹെൽപ്പ് എടുക്കേണ്ടി വരാം. ഓക്കെ, ആരെങ്കിലും കൂടി നിങ്ങൾ കൊളാബറേറ്റ് ചെയ്ത് ചിലപ്പോൾ വർക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവാം. മറ്റുള്ളവരുമായിട്ട് എന്താ പറയുക, ഇത് ഓൾറെഡി ചെയ്ത ആൾക്കാർ, അതായത് നിങ്ങളിപ്പോൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, എന്തിലാണോ നിങ്ങൾക്ക് തടസ്സം വരുന്നത്, അത് ചെയ്ത വ്യക്തികളിൽ നിന്ന് ചിലപ്പോൾ അഡ്വൈസ് എടുക്കാൻ ശ്രമിക്കാം. ഈവൻ വീട്ടിലെ ഫാമിലി മെമ്പേഴ്സ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ്സോ അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ അത് ചെയ്ത ആൾക്കാരിൽ നിന്ന് അഡ്വൈസ് എടുക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും കൂടി ചേർന്ന് നിങ്ങൾ വലുതൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങളുടെ ഡെഡിക്കേഷനോടെ നിങ്ങൾ കാര്യങ്ങൾ ആക്ച്വലി നിങ്ങൾക്കത് ചെയ്യുന്നതിൻ്റെ റിസൾട്ട് വരും എന്നുകൂടിയാണ് ഈ കാർഡ് പറയാറ്. നമ്മൾ കൊളാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ ഒരു റിസൾട്ട് അതിൻ്റെ വരും. നിങ്ങൾ ടീമായിട്ട് ചെയ്യേണ്ടി വരും. അതായത് മറ്റുള്ളവരോട് ഒത്തൊരുമയോടെ ഒത്തുപോയി നിങ്ങൾ ഞാനിവിടെ നേരത്തെ ഒരു കോംപ്രമൈസിൻ്റെ കാര്യം എനിക്ക് തോന്നിയിരുന്നു, അപ്പോൾ ഞാൻ പറഞ്ഞു. സോ മേ ബി നിങ്ങൾ ആ കോംപ്രമൈസിൽ എല്ലാവരുമായിട്ട് പോയി കുറച്ച് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവാം. ഓക്കെ, അവിടെ അപ്പോൾ നിങ്ങൾ ലേശം നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ പ്ലാന് ചിലപ്പോൾ അതുപോലെ നടക്കണം എന്നില്ല അല്ലേ. മറ്റുള്ളവരുടെ കാര്യം കൂടി കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അല്ലേ. അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ ഓക്കെ, നിങ്ങൾ കാര്യങ്ങൾ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പ്ലാൻസ് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കുറേ കാര്യങ്ങളുണ്ട്, പക്ഷെ അത് നിങ്ങൾക്കത് ആക്ഷനിലേക്ക് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഡിലേസ് വരാം. ഓക്കെ, നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റായ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിന് കുറച്ച് തടസ്സങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരാം, അങ്ങനെയൊക്കെ. ഓക്കെ, പക്ഷേ ഇതിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പേജ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ രീതിക്കാണ് നമ്മൾ പറയുക. അതായത് കുറച്ച് യങ് എനർജി എന്ന് പറയും. അതായത് നമ്മൾ ഒരു കാര്യത്തിൻ്റെ ബിഗിനിങ് സ്റ്റേജ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്ന് ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക. കുറച്ച് പെട്ടെന്ന് തന്നെ എല്ലാം നടന്നില്ല എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിക്കരുത്. ഓക്കെ, അതിന് ചിലപ്പോൾ സമയം എടുക്കുമായിരിക്കും, അതിൻ്റെതായ സമയം എടുക്കും. അതിൻ്റെ ഇവിടെ ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ടൊക്കെ എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, ഫ്രണ്ട്സ് ഉണ്ടാവും. നിങ്ങളുടെ ചൈൽഡ്ഹുഡ് കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, ലേശം നോസ്റ്റാൾജിക് ആയിട്ട് ഫീൽ ചെയ്യാൻ എന്തെങ്കിലും നഷ്ടങ്ങൾ വരുമ്പോൾ നമ്മൾ എപ്പോഴും പാസ്റ്റിലേക്ക് നമ്മൾ പോകും അല്ലേ. പാസ്റ്റിലെ ചിന്തകൾ നമുക്ക് കയറി വരും. പാസ്റ്റിലായിരിക്കാം ചിലപ്പോൾ നഷ്ടങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇപ്പോഴും ചിന്തിക്കുന്നത് ഇനി ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന രീതിക്കുള്ള ഒരു തോട്ട് നിങ്ങളുടെ മൈൻഡിൽ. ഓക്കെ, പക്ഷേ യെസ്, ഇവിടെ കാണുന്നത് നിങ്ങൾക്കൊരു ഗ്രോത്ത് ആണ്. ഓക്കെ, നിങ്ങളുടെ അബണ്ടൻസ് ആണ് ഇവിടെ കാണുന്നത്, സക്സസ് ആണ് കാണുന്നത്. നിങ്ങളൊരു കരിയറിൽ സക്സസ്, അല്ലെങ്കിൽ ബിസിനസ്സിൽ സക്സസ്, ഒരു നല്ലൊരു എന്താ പറയുക, സീനിയർ പൊസിഷനിലേക്കൊക്കെ എത്താനുള്ള അങ്ങനെയുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്. ആൻഡ് ഇവിടെ ഇത് രണ്ടും ഓൾമോസ്റ്റ് സിമിലർ എനർജി ആണ്. ഓക്കെ, നിങ്ങൾക്ക് ചിലവർക്ക് ഇവിടെ ഓക്കെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കേൾക്കാൻ പറയും ഈ കാർഡ്. ഓക്കെ, ഇൻറ്റ്യൂഷൻ കേൾക്കാമെന്ന് മാത്രമല്ല, ഐ തിങ്ക് ഇവിടെ നിങ്ങളൊന്ന് ബാലൻസിൽ വരാനുണ്ട്. ഓക്കെ, ഈ എംപ്രസും നമ്മൾ സാധാരണ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. വളരെ പക്ഷേ എല്ലാവരും കെയർ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെന്നാണ് പറയുക. ആൻഡ് ഇത് വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള പേഴ്സൺ ആണ്. സോ മേ ബി നിങ്ങൾ അതിലൊരു ബാലൻസ് കൊണ്ടുവരണമായിരിക്കും. ഓക്കെ, അതായത് നിങ്ങളുടെ ഇമോഷൻസ് ആൻഡ് പ്രാക്ടിക്കൽ സൈഡ് നിങ്ങൾ ബാലൻസ് കൊണ്ടുവരണം. അതായത് വേണ്ടവിടെ നമ്മൾ അല്പം ഇമോഷണലും ആവണം, വേണ്ടവിടെ നമ്മൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് കുറച്ച് സ്ട്രോങ് ആയിട്ട് ഒരു മാസ്കുലൈൻ എനർജിയിലും വരണം. ഓക്കെ, രണ്ടും വേണം. നമ്മുടെ ഉള്ളിൽ തന്നെ രണ്ടുമുണ്ട് എപ്പോഴും. ഫെമിനൈൻ സൈഡും മാസ്കുലൈൻ സൈഡും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതിനെ ഒരു ബാലൻസിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. ഓക്കെ, ആവശ്യമുള്ള അവിടെ ഒരല്പം ഇമോഷണലും ആവണം. ഓക്കെ, മറ്റുള്ളവരെ കെയർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കെയറിങ് നേച്ചർ നിങ്ങൾക്ക് ഉണ്ടാവും. അത് ഓവർ ആവാൻ പാടില്ല. ഓക്കെ, പക്ഷെ ഓവർ പ്രാക്ടിക്കലും ആവാൻ പാടില്ല, അങ്ങനെയുണ്ട്. സോ ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക. മറ്റുള്ളവരുമായിട്ട് ഒത്തൊരുമിച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ഒന്ന് ഓവർ ഇമോഷണൽ അവിടെ ആയാൽ ശരിയല്ല അല്ലേ. നമ്മൾ ഓവർ പ്രാക്ടിക്കൽ ആയാലും അവിടെ ശരിയല്ല. നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഒരു കോംപ്രമൈസിൽ, ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ, പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്കൊക്കെ കൊണ്ടുപോകാൻ സാധിക്കണം. ഓക്കെ, ആൻഡ് ഇവിടെ ഒരു ചോയ്സിൻ്റെ കാര്യം ഇവിടെ ഉണ്ട്. ലവേഴ്സ് കാർഡാണ്, ചോയ്സിൻ്റെ കാര്യമാണ്. അതായത് ഒരു ഡിസിഷൻ, നമ്മൾ രണ്ട് കാര്യത്തിൻ്റെ ഒരു തീരുമാനം അല്ലേ, അത് നിങ്ങൾ ഫേസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, എന്താ ചെയ്യേണ്ടത് മുന്നോട്ട് എന്ത് വേണം, ഞാനിത് കണ്ടിന്യൂ ചെയ്യണോ, തുടരണോ, അതോ വേണ്ട വെക്കണോ, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, ചില ഡിസിഷൻസ് നിങ്ങൾ എടുക്കേണ്ടി വരുമെന്ന് പറയാം. ആ ഡിസിഷൻ എടുക്കാൻ നിങ്ങൾ ഐ തിങ്ക് സപ്പോർട്ട് നിങ്ങൾ ചോദിക്കുക മറ്റുള്ളവരോട്. ഓക്കെ, മറ്റുള്ളവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് നിങ്ങൾ ചെയ്താൽ സക്സസ് ആണ് നിങ്ങൾക്ക്. ഓക്കെ, അതിൽ സക്സസ് കാണുന്നത് ബിസിനസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിൽ സക്സസ് ആണ്. അല്ല നിങ്ങൾ തനിയെ തന്നെ, ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ ഓഫീസിലൊക്കെ ഒരു ടീം വർക്കായിട്ട് മറ്റുള്ളവരുമായിട്ട് ഒന്ന് ശ്രമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് സക്സസ് വരും. ഓക്കെ, മേ ബി നിങ്ങൾ തനിയെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവാം എല്ലാം. ഓക്കെ, മേ ബി നിങ്ങൾ എല്ലാം ഞാൻ തനിച്ച് ചെയ്യണം എന്ന രീതിക്ക് നിങ്ങളുടെ മനസ്സിൽ ചിന്തയാണ്. പക്ഷെ ഐ തിങ്ക് അവിടെ നിങ്ങൾ ലേശം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യും. ഓക്കെ, തടസ്സങ്ങൾ ഫേസ് ചെയ്യും. കാരണം നിങ്ങളപ്പോൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, പക്ഷെ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നില്ലെങ്കിൽ ഐ തിങ്ക് നിങ്ങൾക്കൊരു സപ്പോർട്ട് ആവശ്യമുണ്ട് എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യാം നമ്മൾ. ഓക്കെ, വേറെ അറിവുള്ളവരോട് ചോദിക്കുക, അറ്റ്ലീസ്റ്റ് അഡ്വൈസ് എങ്കിലും ചോദിക്കുക, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഹെൽപ്പ് ചോദിക്കുക, അതിലൊന്നും തെറ്റില്ല.
ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഹോപ്പ് കൈവിടരുത് എന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ ഐ തിങ്ക് ഫ്രണ്ട്സിൻ്റെ ഹെൽപ്പ് നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, അതാണ് പറഞ്ഞത്. ഐ തിങ്ക് എവിടെയോ അമ്മ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും, പാരൻസ് നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടാവാം. ഓക്കെ, കാരണം ഇതൊരു ചൈൽഡ്ഹുഡ് കാര്യങ്ങളാണ് പറയാൻ, ഇതൊരു അമ്മ എന്ന രീതിക്കാണ്. സോ മേ ബി നിങ്ങളുടെ പാരൻസിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവാം. ഓക്കെ, അങ്ങനെയൊക്കെ കാണുന്നുണ്ട് ഇവിടെ. ഓക്കെ, ഇവിടെ മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത് തടസ്സങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, ഒന്ന് നിങ്ങൾ ക്ഷമയോടെ കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ഈ പേജ് ഓഫ് സോർട്സ് നമ്മൾ ഒരു സ്റ്റോക്കിംഗ് എനർജി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട്. സ്റ്റോക്കിംഗ് എന്ന രീതിയിൽ അതിനെ നമ്മൾ ഇവിടെ എടുക്കാൻ പറ്റിയത് നിങ്ങൾ കാര്യങ്ങളെ നല്ലോണം മനസ്സിലാക്കുക എന്ന രീതിക്ക് എനിക്ക് പറയാൻ തോന്നുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ നല്ലോണം മനസ്സിലാക്കാനുള്ള ഒരു സമയമാണ്. ഓക്കെ, ആൻഡ് അതിന് പ്ലാനിങ് നിങ്ങളുടെ നടന്നില്ലെങ്കിൽ ഓക്കെ ഒന്ന് മാറ്റി ചിന്തിക്കണം അല്ലേ, നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് ആലോചിച്ച് തുടങ്ങണം. അപ്പോൾ നിങ്ങൾ ഇവിടെ ഹാർഡ് വർക്ക് മാത്രം ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങൾ എഫേർട്ട് ഇട്ടുകൊണ്ട് മാത്രം ഇരുന്നിട്ട് അവിടെ കാര്യമില്ല. ഓക്കെ, അവിടെ ചിലപ്പോൾ മറ്റുള്ളവരെ സഹായം വേണ്ടി വരും, കുറച്ചുകൂടി അറിവുകൾ വേണ്ടി വരും. ഓക്കെ, കുറച്ചുകൂടി പ്ലാനിങ് വേണ്ടി വന്നേക്കാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത് നിങ്ങളൊന്ന് നന്നായിട്ട് അനലൈസ് ചെയ്യുക. എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ ആ ലോസിനെ കുറിച്ച് മാത്രം ആലോചിച്ച് ഡൗൺ ആയിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. ഓക്കെ, അതിനെ ഓവർകം ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത് ഇതൊക്കെയാണ്. ദാറ്റ് സപ്പോർട്ട് എടുക്കുക. ഐ തിങ്ക് നിങ്ങൾ മറ്റുള്ളവരെ സപ്പോർട്ട് ചോദിക്കുക. ഓക്കെ, ആരെങ്കിലുമൊക്കെ സപ്പോർട്ടായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് കാണുന്നുണ്ട്. ചിലവർക്ക് നല്ലോണം കുറച്ചുകൂടി പ്ലാനിങ് വേണം എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങളെ ഒന്ന് പരിശോധിക്കുക. എന്താണ് നിങ്ങൾ ഇതിൽ ചെയ്യേണ്ടത് എന്താണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചെറിയ വീഴ്ചകൾ വരുന്നത് എന്നൊന്ന് നോക്കുക. ഓക്കെ, അതായത് പിന്നെ അത് മാത്രമല്ല എനിക്ക് പറയാൻ തോന്നുന്നത്, അതായത് ചോയ്സ് എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ നിങ്ങൾ എന്താണോ നിങ്ങളുടെ മനസ്സിൽ ഗോള്, ഓക്കെ, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ പരിശ്രമിക്കുന്നത് അതിൽ അത്രയും എഫേർട്ട് ഇട്ടിട്ട് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് മാറ്റി ചിന്തിക്കേണ്ട ഒരു സമയം കൂടി ആയിരിക്കാം. എനിക്ക് വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യണോ എന്ന് ആലോചിക്കാനുള്ള ഒരു സമയം കൂടി ആയിരിക്കാം. സോ അങ്ങനെ ഒന്ന് നന്നായിട്ട് തീരുമാനം എടുക്കുക. ഓക്കെ, ഇതിൽ തന്നെ നിങ്ങൾ എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കണോ അതോ വേറെ എന്തെങ്കിലും ആ നഷ്ടപ്പെട്ടതിനെ വിട്ടിട്ട്, ഇതിൽ നമ്മൾ 5 of Cups പറയുമ്പോൾ ഇതിൽ 3 വീണുപോയി 2 ബാക്കിയുണ്ടെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. സോ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ആ 3 വീണുപോയത് വിട്ടുകളഞ്ഞ് ബാക്കി ഉള്ളതിലേക്ക് ഫോക്കസ് കൊടുക്കുക എന്നാണ് പറയാം. അപ്പോൾ അതായത് ചിലപ്പോൾ നമ്മൾ മാറ്റി ചിന്തിക്കേണ്ടി വരും. ടോട്ടലി നമ്മൾ വിചാരിച്ച വഴിയേ അല്ലാതെ വേറെ എന്തെങ്കിലും കാര്യം നമ്മൾ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അവിടെ ആ ഒരു കാര്യം കൂടി യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്, ചിന്തിക്കൂ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നഷ്ടപ്പെട്ടത് ചിലപ്പോൾ നിങ്ങൾക്കുള്ളതായിരിക്കില്ല, അതുകൊണ്ടാണ് നഷ്ടപ്പെട്ടു പോയത്. ഓക്കെ, അപ്പോൾ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവാം, അങ്ങനെ ആ വഴിക്ക് കൂടി ഒന്ന് ചിന്തയെത്തിരിക്കൂ എന്ന് പറയുന്നുണ്ട് യൂണിവേഴ്സ്. ഓക്കെ, ആൻഡ് ഹെൽപ്പ് എടുക്കുന്നതിൽ തെറ്റില്ല. എനിക്കത് വീണ്ടും എടുത്തു പറയാൻ തോന്നുന്നുണ്ട്. ഫ്രണ്ട്സോ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനുണ്ടാവാം, ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഗൈഡായിട്ട് ആരെങ്കിലും, ഈവൻ പാരൻസ് ആരെങ്കിലും. ഓക്കെ, അങ്ങനെ ആരെങ്കിലുമൊക്കെ നിങ്ങളെ സഹായിക്കാനുണ്ടാവും. നിങ്ങൾക്ക് ഗ്രോത്ത് ആണ് കാണുന്നത്, ബട്ട് അത് നിങ്ങൾ തനിച്ച് ചിലപ്പോൾ സ്ട്രഗിൾ ചെയ്താൽ ചിലപ്പോൾ നടക്കില്ല. ഓക്കെ, മറ്റുള്ളവരുമായിട്ട് കുറച്ചുകൂടി നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് മറ്റുള്ളവർ പറയുന്നത് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല, അതൊരു കാര്യമുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളത് ഒരു ലേശമായിട്ട് നിങ്ങളുടെ മൈൻഡിൽ അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ടുവരണം. ഓക്കെ, ഒരുപാട് ഇമോഷണലും ആയി പോകരുത്, പ്രാക്ടിക്കലും ഒരുപാട് ആവരുത് എന്ന് പറഞ്ഞ പോലെ ആ ബാലൻസ് നിങ്ങൾ കൊണ്ടുവരാനുണ്ട്. ഓക്കെ, അങ്ങനത്തെ ചില കാര്യങ്ങളാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എന്തായാലും ഒരു ന്യായമായത് കാര്യങ്ങൾ നടക്കും, നിങ്ങൾക്ക് കിട്ടും ബ്ലെസ്സിങ്. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത നല്ല കർമ്മയുടെയൊക്കെ ഫലമായിട്ട് നല്ലത് വരിക, ഒരു ഓഫർ വരുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. ഞാൻ നിങ്ങൾ ആഗ്രഹിച്ചത് നടക്കുമെന്നും കാണുന്നുണ്ട്. സമയം മാറി വരും. ഓക്കെ, ഡോണ്ട് വറി, സമയം ചേഞ്ചസ് വരും. ഇപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ നഷ്ടങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ തടസ്സങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളൊന്ന് റീതിങ്ക് ചെയ്യാനുള്ള ഒരു അവസരമാണ്. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾക്ക് തട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾ ചെയ്യണോ എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക. ഓക്കെ, യൂണിവേഴ്സ് പറയുന്നത് അങ്ങനെ വേറെ എന്തെങ്കിലും ഒരു ഫോക്കസ് ഒന്ന് മാറ്റി ചിന്തിച്ച് നോക്കൂ എന്ന് പറയുന്നുണ്ട്. അല്ല ഇതന്നെ നിങ്ങൾക്ക് ചെയ്യണം എന്നാണെങ്കിലും അവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ട് എടുക്കേണ്ട കാര്യം ഉണ്ടാവാം, കുറച്ചുകൂടി നല്ല ഡീറ്റെയിൽ ആയിട്ട് പ്ലാനിങ്ങിൻ്റെ ആവശ്യം ഉണ്ടാവാം. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, ശ്രമിക്കുക, നിങ്ങൾ കീപ്പ് ഓൺ ട്രൈ അല്ലേ, നടക്കും, കാര്യങ്ങളൊക്കെ നടക്കും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇന്ന് അഡ്വൈസ് എടുക്കുന്നില്ല, ഞാൻ ബുക്ക് ഓഫ് ആൻസേഴ്സ് വെച്ചിരുന്നു, എനിക്ക് ജസ്റ്റ് എടുക്കാൻ തോന്നി. നിങ്ങളുടെ മനസ്സിലുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻ, ഓക്കെ, അതിൻ്റെ ഒരു ഇതേ കാര്യത്തിൽ തന്നെ നമുക്ക് ഇതിൻ്റെ അഡ്വൈസ് കുറച്ചുകൂടി ഇതിൽ നിന്ന് എടുക്കാം, ബുക്ക് ഓഫ് ആൻസേഴ്സിന് എടുക്കാം. ഓക്കെ, സെയിം കാര്യം, സെയിം ലൈക്ക് എന്താണ് നിങ്ങളുടെ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് അഡ്വൈസ് ആയിട്ട് യൂണിവേഴ്സ് എന്താ തരുന്നത് നോക്കാം. ഓക്കെ, ടു എൻഷുവർ ദ ബെസ്റ്റ് ഡിസിഷൻ ബി കാം എന്ന് പറയുന്നുണ്ട്. അതായത് നല്ലൊരു തീരുമാനം എടുക്കാൻ പറ്റാൻ ആദ്യം
നമ്മൾ മാനസികമായിട്ട് നമ്മൾ വളരെ ശാന്തത നമ്മൾ ഫീൽ ചെയ്യണം. ഓക്കെ, കാമായിട്ടിരിക്കണം. ടെൻഷനിലോ സ്ട്രെസ്സിലോ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റിപ്പോകാൻ സാധ്യതയാണ്. സോ ബ്രീതിങ് എക്സസൈസ് ഒക്കെ ഒന്ന് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് പ്രാണായാമം അല്ലെങ്കിൽ അങ്ങനത്തെ ബേസിക് ബ്രീതിങ് എക്സസൈസ് എന്ന് പറയും. ഒന്ന് സെർച്ച് ചെയ്യുക, യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ കിട്ടും. ഓക്കെ, അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ബ്രീതിങ് എക്സസൈസസ് പഠിക്കുക. ഒന്ന് മനസ്സിനെ എങ്ങനെയാണ് ശാന്തമാക്കുക എന്നുള്ള കാര്യങ്ങളൊന്ന് പഠിച്ചെടുക്കുക. അപ്പോഴേ നിങ്ങൾക്ക് നല്ലൊരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, യു വിൽ നീഡ് ടു ടേക്ക് ദ ഇനീഷ്യേറ്റീവ്. ഓക്കെ, ആക്ച്വലി നിങ്ങൾ ലീഡറായിട്ട് നിൽക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. എംപ്രസും നമ്മുടെ കിങ് ഓഫ് പെന്റിക്കിൾസും ഒക്കെ പറഞ്ഞ അതാണ്. നിങ്ങൾക്ക് ലീഡറായിട്ട് നിൽക്കാനുള്ള കഴിവുണ്ട്. ഓക്കെ, നിങ്ങൾ ഡ്രൈവ് ചെയ്യുക. അതായത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളതിനെ ഡ്രൈവ് ചെയ്ത് തുടങ്ങുക. നിങ്ങളതിനെ മുൻകൈ എടുത്ത് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക. എന്ന് വെച്ച് മറ്റുള്ളവരെ ഹെൽപ്പ് എടുക്കരുത് എന്നുമല്ല. ഓക്കെ, അത് നമ്മുടെ കാർഡ്സിൽ കണ്ടിരുന്നു. മറ്റുള്ളവരെ ഹെൽപ്പ് എടുക്കണം, ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങളായിരിക്കും ചിലപ്പോൾ ലീഡർഷിപ്പ് ലെവലിൽ നിൽക്കാൻ കഴിവുള്ളൊരു വ്യക്തി. സോ അത് നിങ്ങൾ കുറച്ചുകൂടി സ്ട്രോങ് ഇനീഷ്യേറ്റീവ്സ് എടുക്കേണ്ടി വരും ചിലപ്പോൾ. ഓക്കെ, തീരുമാനം എടുത്ത് മേ ബി നിങ്ങൾ മറ്റുള്ളവരെ സപ്പോർട്ട് എടുക്കണം എന്നല്ല, മേ ബി അവരെ കൂടി നിങ്ങൾ നയിക്കണം എന്നായിരിക്കാം നമ്മുടെ കാർഡ്സിൽ. നമുക്ക് അങ്ങനെയും പറയാം. അതായത് മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ കൊളാബറേറ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ മേ ബി നിങ്ങളായിരിക്കും കുറച്ചുകൂടി ലീഡറായിട്ട് നിൽക്കേണ്ടത്. ഓക്കെ, അങ്ങനെയും ഉണ്ടാവും. ഓക്കെ, ചിലവർക്ക് അതും അഡ്വൈസ് ഉണ്ടാവാം. ഓക്കെ, ബി മോർ ജനറസ്. ഓക്കെ, നമ്മുടെ 6 ഓഫ് പെന്റിക്കിൾസിൻ്റെ കാർഡാണ്. അതായത് നമ്മൾ മറ്റുള്ളവർക്ക് കൂടി കുറച്ച് കൊടുക്കണം എന്ന രീതിക്ക് പറയും 6 ഓഫ് പെന്റിക്കിൾസ്. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യാം. ഓക്കെ, ഒരുപാട് ഉണ്ടായിട്ട് കൊടുക്കുമ്പോഴല്ല, നമ്മൾ കുറച്ചായാലും ഉള്ളതിൽ നിന്ന് ചിലപ്പോൾ ദാനങ്ങൾ ഒന്ന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. അത് നല്ലതാണ്. ഓക്കെ, അല്പം മതി, ചെറിയൊരു കാര്യം മതി. ആർക്കെങ്കിലും ഒരു നേരത്തെ ഒരു ഫുഡ് വാങ്ങിക്കൊടുക്കുക, ഒരു അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ. ഓക്കെ, അത്ര ചെയ്താൽ കൂടി ധാരാളമാണ്. സോ ബി മോർ ജനറസ് എന്ന് പറയുന്നുണ്ട്. ദാനങ്ങൾ കുറച്ച് നമ്മൾ വിചാരിക്കും ഞാൻ കുറച്ചൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ, ഡൊണേഷൻ കൊടുക്കുന്നുണ്ടല്ലോ, അങ്ങനെ മാത്രമല്ല. ഐ തിങ്ക് അത് അവിടെ നിങ്ങൾ കുറച്ച് ദാനങ്ങളുടെ കാര്യം നിങ്ങൾ ചെയ്യാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക നിങ്ങളുടെ സക്സസ്. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ കാണുന്നുണ്ട്, ചെറിയ ചെറിയ കാര്യങ്ങളായാലും. ഓക്കെ, ഇയർ ഫ്രം നൗ ഇറ്റ് വോണ്ട് മാറ്റർ. ഓക്കെ, ഇപ്പം എന്ത് സിറ്റുവേഷൻ ആണോ നിങ്ങൾ ഫേസ് ചെയ്യുന്നത്, ഒരു വർഷം കഴിയുമ്പോഴേക്കും ഐ തിങ്ക് നിങ്ങൾ ടോട്ടലി ആ കാര്യമേ മറന്നുപോകും. ഓക്കെ, ദാറ്റ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്തിരുന്നു എന്ന ആ ഒരു ടെൻഷൻ പോലും ഐ തിങ്ക് നിങ്ങൾ മറന്നുപോകും. ഇപ്പോൾ നിങ്ങളെ ബോദർ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ച് കഴിയുമ്പോൾ അത് ഒട്ടും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, കാരണം നിങ്ങൾ അതിൽ നിന്നൊക്കെ മുന്നോട്ട് പോകും ഒരുപാട്. ഓക്കെ, അതിൽ നിങ്ങൾ ലെസൺ പഠിച്ചിട്ട് മുന്നോട്ട് പോയാലായാലും ശരി, അല്ല നിങ്ങളത് ഓവർകം ചെയ്തായാലും ശരി, ഒരു 1 ഇയറിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്ത് കാര്യത്തിനെ കുറിച്ചാണ് ഒരുപാട് ടെൻഷൻ അടിക്കുന്നത്, അതൊക്കെ നിങ്ങൾക്ക് തോന്നും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ എന്ന് തന്നെ ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചു പോകും. ഓക്കെ, ഇതൊക്കെ സമയത്തിൻ്റെ ആണ് എന്ന് പറയില്ലേ നമ്മൾ, സമയം മാറ്റം, അങ്ങനെ വിചാരിച്ചാൽ മതി. ഒരു ലാസ്റ്റ് 1 എടുത്തേക്കാം. കൺസിഡർ ഇറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി. യെസ്, ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ള ഒരു എന്ത് പ്രശ്നമായാലും ശരി, അതിനെ ഒരു അവസരമായിട്ട് നിങ്ങൾ കാണാം. ഓക്കെ, അത് നിങ്ങൾക്ക് ഒരു അവസരമാണ്. നിങ്ങൾക്ക് പഠിക്കാനും വളരാനും ഗ്രോത്തിനും ഉള്ള ഒരു അവസരമായിട്ട് കണക്കാക്കാം. ഓക്കെ, ചിലത് നഷ്ടപ്പെടുമ്പോഴായിരിക്കും നമുക്ക് ചിലത് അവിടെ വേറെന്താ നേടാനുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അല്ലെങ്കിൽ അത് നമ്മളെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് നമ്മൾ അപ്പോഴായിരിക്കും മനസ്സിലാക്കുക. സോ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുക. ഈ പ്രശ്നങ്ങളെ നിങ്ങളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുക, നിങ്ങൾക്ക് പഠിക്കാനും വളരാനും. ഓക്കെ, സോ വളരെ പോസിറ്റീവായിട്ടിരിക്കുക, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.